പോർച്ചുഗൽ വേഴ്സസ് ജിയാ കോങ്കോ. അണ്ണനും അണ്ണന്റെ പരിവാരങ്ങളുടെ കളി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും നക്കിയ കളിയും വെച്ചിട്ടാണ് ഇവര് കപ്പടിക്കാൻ പോണത് അല്ലെ. കപ്പല്ല, കോപ്പ് കിട്ടാൻ ചായക്കപ്പിന് പോലും ഡിസേർവിങ് അല്ലാത്ത കളി, കണ്ടം കളിയേക്കാൾ തീട്ടക്കളി. പോർച്ചുഗലും നക്കിയ കളി, ദ അൺടോൾഡ് ലവ് സ്റ്റോറി. പോർച്ചുഗലും നക്കിയ കളി തുടരും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എന്ത് നിർഗുണ കളി, എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഫിഫ പുതിയ റൂള് വല്ലതും കൊണ്ടുവണ്ട, ഈ മറ്റേ 100 ബാക്ക് പാസ് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ 5 പോയിന്റ് തരാന്ന് പറയുമ്പോ ഒരു ലോഡ് ടാലന്റ് ഉള്ള സ്ക്വാഡാണ്. എന്താ ഇത്, എഞ്ചിൻ, ഡബിൾ എഞ്ചിൻ, ഇരട്ട ചങ്ക്, PSG ഇരട്ട ചങ്ക്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സിംഗിൾ ചങ്ക്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കിഡ്നി, ഇതൊക്കെ ഉള്ള ടീമാണ്. ബാക്ക് പാസ്, ബാക്ക് പാസ്, ബാക്ക് പാസ്. കളി തുടങ്ങിയിട്ടും 6ാമത്തെ മിനിറ്റിൽ പെഡ്രോ നെറ്റോന്റെ ഒരു ക്രോസിന് ജാവോ നെവസിന്റെ ഒരു കിഡു ഹെഡർ ഉണ്ടായിരുന്നു. കിഡു റൊണാൾഡോനെ ഒരു സൈഡ് 2 ഡിഫൻഡേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ണൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാവോ നെവസിന്റെ കിഡു ഹെഡർ. ആ ഹെഡർ കിഡു പറയാൻ കാരണം ആള് മറ്റേ ഗടാഗടിയും സൈസുള്ള ആള്, ഹൈറ്റ് ഉള്ള ആളൊന്നുമല്ല, സ്റ്റിൽ പേട്ട ഹെഡർ ആയിരുന്നു. അതാണ് പോർച്ചുഗലിന്റെ അവസാനമായിട്ട് ഒരു അറ്റാക്ക് കണ്ടത്. 6ാമത്തെ 7ാമത്തെ മിനിറ്റ് തൊട്ടിട്ട് ഈ മറ്റേ പിന്നാക്കൂട്ട് തട്ടിക്കളിക്കുന്നത് കണ്ടതാണ്. അതിനൊരു അവസാനം പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. ഈ നക്കിയ കളിയും വെച്ചിട്ടാണ് ഇവര് കപ്പടിക്കാൻ പോണു പറഞ്ഞത്. അണ്ണ വെച്ച ഫ്ലെക്സിനുള്ള ഒരു കളിയെങ്കിലും കളിക്കും നിങ്ങളുടെ ടീമിനെയും വെച്ചിട്ട്. ഒരു ലോഡ് ഫ്ലെക്സ് വെച്ചിട്ട് അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കും. കേട്ടിട്ട് പോലും ഇല്ല ഒരു ടീം, DR കോങ്കോ. അവരുടെ ഒപ്പം ഇങ്ങനത്തെ കളി. അപ്പൊ കുറച്ച് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമായിട്ട് വന്ന അവരൊക്കെ എടുത്തിട്ട് അലക്കും. ആദ്യത്തെ ആ ഒരു ഗോള് കണ്ടപ്പോ ഐ വാസ് ലൈക്ക് ഇന്ന് ഗോൾ മഴ പെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വരൾച്ച. PSG ഇരട്ട എഞ്ചിൻ, വിറ്റീന ആൻഡ് ജാവോ നെവസ്. ക്രിയേറ്റിവിറ്റിയും എല്ലാ പരിപാടിയും കണ്ടു അവനവന്റെ ഹാഫിൽ. മറ്റേ ഓപ്പോസിറ്റ് ടീമിന്റെ ഹാഫിൽ ഒരു ക്രിയേറ്റിവിറ്റിയും കാണാനില്ല. വിങ്ങിലൂടെ ബോൾ കൊണ്ടുവന്നു, അവിടെ 4-5 പ്ലേയേഴ്സ് ഉണ്ടാവും, ഇങ്ങട് പാസ് ഇട്ട് കളിക്കുന്നു, വീണ്ടും നേരെ ബാക്ക് പാസ് കൊടുക്കുന്നു, ഡിയാഗോ കോസ്റ്റയ്ക്ക് ബോൾ കിട്ടും. ആൻഡ് ഡിയാഗോ കോസ്റ്റ വളരെ കിടുവാണ്. 2-3 പ്ലേയേഴ്സ് കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണന്റെ കൺട്രോൾ പോയിട്ട് അപ്പുറത്തെ ടീമിന് തന്നെ ബോൾ ഇട്ട് കൊടുക്കും. എന്തോ ഭാഗ്യത്തിനാണ്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഗോള് കയറാതിരുന്നത്. 1-1 ആയതിൽ മിനിമം ഒരു 5 എണ്ണം കയറിണ്ടാവും. ആൻഡ് ഇവന്മാരുടെ എനർജി കാണണം. മറ്റേ കോങ്കോ ടീമിന്റെ വിസയ പാസ്പോർട്ട് അങ്ങനെ ഏതൊരു ചങ്ങായി ഫസ്റ്റ് മിനിറ്റ് തൊട്ട് കളിക്കുന്നതാണ്. 70-75 മിനിറ്റിൽ മിസൈല് വിട്ട പോലെ സോളോ റൺ. എവിടുന്ന്? അവരുടെ ഹാഫിന്ന് പോർച്ചുഗലിന്റെ ഹാഫിക്ക്. എജാതി റൺ. ആൻഡ് ഇവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫിനിഷേഴ്സ് ഇല്ല. അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഗോള് കയറാതിരുന്നത്. ഇല്ലെങ്കിൽ എത്ര എണ്ണം വാരിക്കൂട്ടി മറ്റേ വല കീറിയുണ്ടാവും. അയ്യേ, ഈ 4-2-3-1 കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് ഗതി കിട്ടാത്ത കളി. എനിക്ക് സിംഗിൾ ഫോർവേഡ് വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഈ ജാവോ ഫെലിക്സിനൊക്കെ എനിക്കൊന്ന് ഉപ്പിലിടാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ജാവോ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് സൗദി പ്രോ ലീഗിൽ വെച്ചിട്ട്. അപ്പൊ ആ ഒരു ബോണ്ട് ക്വാളിറ്റി ഗെയിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്നാ ഈ തേങ്ങ ഇറക്കൂല്ല. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിഡ്നി, ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ മാഞ്ചസ്റ്ററിൽ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് 10% പോലും ഇന്നേരെ പോർച്ചുഗൽ ടീമിന് വേണ്ടി കാണിച്ചിട്ടില്ല. ബ്രൂണോ ഒക്കെ എന്താ കാണിക്കുക? ഞാൻ വിചാരിച്ചു ബ്രൂണോ നല്ല നല്ല ക്രോസസ് കൊടുക്കും, നല്ല നല്ല ക്രിയേറ്റീവ് ചാൻസസ് ഉണ്ടാക്കും. ബ്രൂണോ അത് തന്നെയാണ്, ബാക്ക് പാസ്, ബാക്ക് പാസ്, ബാക്ക് പാസ്. ബെർണാഡോ സിൽവയുടെ കാര്യം എനിക്ക് പിന്നെ പറയാൻ വേണ്ടി, എങ്ങനെയെങ്കിലും ആ ചങ്ങായിന് ടീമിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? ഭയങ്കര വെറുപ്പാണ് ആളുടെ കളി കാണുമ്പോൾ തോന്നുന്നു. സ്വന്തമായിട്ട് ഒന്നും ചെയ്യൂല, കൊടുത്ത ബോൾ മിസ്സാക്കുകയും ചെയ്യും. ആൻഡ് ഈ ചങ്ങായിനെയാണ് ഇപ്പൊ പോയിട്ട് മറ്റേ റയൽ മാഡ്രിഡ് എടുത്തിരിക്കുന്നത്. എന്തിന്റെ കേട്? ഒരു ശരിക്കും ഞാൻ പറയാം, ബെർണാഡോ സിൽവ ശരിക്കും ഒരു ചകുനപ്പഴയാണ്. ബെർണാഡോ സിൽവ ഒരു കളി കളിച്ചിരിക്കുകയാണ്. അയ്യേന്നാ പറയുന്നുണ്ട്. ബ്രസീലിന്റെ കളിയും അർജന്റീനയുടെ കളിയും കണ്ടിട്ട് ഉറക്കം വരുന്നു പറഞ്ഞാണ് ഞാൻ. ഈ സാധനം കണ്ടിട്ട് ഉറക്കം പോലും വരുന്നില്ല. ഉറക്കം വരെ പണങ്ങിപ്പോയി. ഈ വെച്ച ഫ്ലെക്സിനോടുള്ള കുറച്ച് നന്ദിയെങ്കിലും കാണിക്കടേ. കേരളത്തിൽ എവിടെ നോക്കിയാലും ഫ്ലെക്സിന്റെ കൂമ്പാരമാണ്. പോർച്ചുഗൽ, പോർച്ചുഗൽ, പോർച്ചുഗൽ. അതിന്റെ ഒരു 10% നന്ദിയെങ്കിലും കാണിക്കും ഫാൻസിന് വേണ്ടിയിട്ട്.
ടാലന്റിന്റെ കൂമ്പാരം ഉണ്ട്. റെനാറ്റോ വേഗ പറഞ്ഞിട്ട് ഒരു ചങ്ങായിനെ സെന്റർ ബാക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ടീമിന് വേണ്ടി കളിക്കാൻ തോന്നുന്നു. സ്വന്തം ടീമിത്തെ ദുരന്തരാണ് തോന്നുന്നു. അപ്പുറത്തെ ടീമിനാണ് എല്ലാ ബോളും ഇട്ട് കൊടുക്കുന്നത്. ഈ ചങ്ങായി കാരണം തന്നെ സകലമാന ഗോളും കാരണമാണ്. ആ മറ്റേ എന്താണ് അറാജുവോ ആ പയ്യൻ എന്തോ ഉള്ളതുകൊണ്ട് 1-2 കയറാതിരുന്നു. ഇല്ലെങ്കിൽ ഇതാ മറ്റേ ആ പയ്യനും കൂടി ബീറ്റായിട്ട് വെച്ച സിംഗിൾ റണ്ണിലെ മറ്റേ വിസ പാസ്പോർട്ട് പോയിട്ട് ഗോൾ അടിച്ചിട്ടുണ്ടാവും. ആൻഡ് വാൻ ബിസാക്കിയൊക്കെ കണ്ട യജാതി കിടുക്കളി. വാൻ ബിസാക്കിയും റാഫേലിയോ തമ്മിൽ ബാറ്റിലൊക്കെ ഉണ്ട്. വാൻ ബിസാക്ക് സിമ്പിൾ ആയി ജയിച്ചു. നൂണോ മെൻഡിസിന്റെ 1-2 റണ്ണൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നെ ഒന്നും ഒരു കാര്യമില്ല. ടാലന്റഡ്, ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണ്. പിന്നെ ഒന്നും അണ്ണനെ കണ്ടിട്ടേ ഇല്ല. കളി ഒന്ന് മാറിയത് മറ്റേ കോൺസേസാവോ ചങ്ങായി വന്നപ്പോഴാണ്. ആ വിങ്ങിലൂടെ കുറച്ച് ബോൾ കയറാൻ തുടങ്ങി. അപ്പോഴേക്കും 10-75 മിനിറ്റ് ആയി. ക്രിസ്ത്യാനോ റൊണാൾഡോന് ഫസ്റ്റ് ഹാഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അണ്ണനൊന്നും ഒരു ചാൻസ് കിട്ടിയില്ല. എങ്ങനെ ഇവന്മാര് ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരു ഉണ്ടയില്ലാതെ ഈ മറ്റേ ആണി അടിച്ച് വെച്ച പോലെ അവിടെ നിൽക്കുകയാണ്. അണ്ണനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലും നല്ല ടാക്ടിക്സ് ഞാൻ പറയാം, പാസ് ടു ക്രിസ്ത്യാനോ. അതാണ് ഇതിലും നല്ലൊരു ടാക്ടിക്സ്. അറ്റ്ലീസ്റ്റ് അണ്ണൻ 10 അടിച്ച് 2 കയറും. സെക്കൻഡ് ഹാഫിൽ കോൺസേസാവോ വന്നിട്ട് 1-2 ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അണ്ണന്റെ റണ്ണ് ഫ്രണ്ടിലോട്ടും ബോൾ ബാക്കിലോട്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് ദാറ്റ് വാസ് എ നൈസ് ചാൻസ്, പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തോട്ട്. ആ അണ്ണനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സക്കലെണ്ണും തോൽവികളെന്ന് ഇന്ന് സക്കലെണ്ണും. 90 മിനിറ്റായി, 5 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തപ്പോ ആ സമയത്ത് ഇവര് ബോൾ മൂവ് ചെയ്യുന്നത് എന്ത് പതുക്കെയായിട്ടാണ്. മറ്റവന്മാരുടെ കൗണ്ടർ അറ്റാക്ക് കാണണം. വിങ്ങൊക്കെ തുറന്നിട്ട് കൊടുത്തിരിക്കണം, മക്കളെ വന്ന് പൂശിക്കോളൂ പറഞ്ഞിട്ട്. ഇവിടെ ഈ മറ്റേ ആമ കഴിയണ പോലെ ഇങ്ങനെ എഴഞ്ഞ് പോയിട്ട് മിഡ്ഫീൽഡിൽ എത്തിയിട്ട് ബ്രൂണോനെ പാസ് കൊടുക്കും. ബ്രൂണോ അപ്പൊ പിന്നാലേക്ക് ഒരു പാസ് കൊടുക്കും. പിന്നെ നേരെ ഡീഗോ കോസ്റ്റയുടെ അങ്ങടാ. ഇവന്മാർ ഇത്രയും ക്വാളിറ്റി മിഡ്ഫീൽഡ് ഉണ്ടായിട്ട് ഒരു ചാൻസസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിലും വരെ കളിക്കാതിരിക്കുന്ന ഇപ്പൊ ജർമ്മനി സൈഡ്, ജർമ്മനിക്ക് യജാതി ക്രിയേറ്റീവ് ആയിട്ട് ചാൻസസ് ഉണ്ടാക്കും. ഈ നേഷൻസ് ലീഗിൽ കണ്ട പോർച്ചുഗൽ ഒന്നും അല്ല ഇത് തീട്ടക്കളി കളിക്കുന്ന പോർച്ചുഗൽ. ഇനിയിപ്പോ അടുത്ത കൊളംബിയ ആയിട്ടൊക്കെ കളി വരുന്നുണ്ട്. ഈ ജാതി കളി വെച്ച് പോയി അവന്മാരെ ചവിട്ടി പുറത്താക്കും. അണ്ണന്റെ ലാസ്റ്റ് ഡാൻസും മറ്റേ തേങ്ങയും ഒക്കെ റെഡിയോ. ഇത് മറ്റേ സാന്റസിന്റെ കീഴിലുള്ള പോർച്ചുഗൽ പോലെയുണ്ട്. അതും ബോറിംഗ് കളിയാണ്. അതേ ബോറിംഗ് കളിയാണ് അവർ ഇന്നും കളിച്ചിരിക്കുന്നത്. റോബർട്ടോ മാർട്ടിനസിന് ടാക്ടിക്സും പരിപാടിയൊന്നും ഇല്ലേ ഇങ്ങനെ? അല്ലെങ്കിൽ മറ്റേ 3 ബാക്ക് വെച്ചിട്ട് പുളുത്തുന്ന ആളാണല്ലോ. ആ ജാവോ ഫെലിക്സിനൊക്കെ ഇറക്ക്. ജാവോ ഫെലിക്സ് കഴിഞ്ഞ ഫ്രണ്ട്ലിയിലെല്ലാം വന്ന സമയത്ത് ഒരു ബുള്ളറ്റ് അടി അടിച്ചു. എനിക്ക് തോന്നുന്നു അത് ഗോളാണെന്നാണ്. റഫറി ഗോളൊന്നും കൊടുത്തില്ല. അതിനൊക്കെ എന്തിനാണ് ഉപ്പിലിടാൻ വേണ്ടി ഇറക്കി വെച്ചിരിക്കുന്ന. റാഫേൽ ലിയാവിനെ ഫസ്റ്റ് ഹാഫ് ഇറക്കിയതേ ഇല്ല. ആൻഡ് ഇവരുടെ ഡിഫൻസ് ഒക്കെ വൻ ഷോക്കാണ്. ഡിഫൻസ് ഒക്കെ നല്ലൊരു ക്വാളിറ്റി അറ്റാക്ക് വന്ന പൊട്ടും. ഞാൻ പറയില്ല, ഈ മറ്റേ പാളീനിയെ അങ്ങനെ ചങ്ങായില്ല മറ്റേ ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ അടിപൊളി DMF ആണ്. കുറച്ച് അഗ്രസീവ് ആണ്, കുറച്ച് ഫൗൾ ഇടുന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കളിയിൽ പിന്നെ ഫൗൾ ഇടാത്ത ആൾക്കാർ. ബോൾ റിക്കവർ ചെയ്യാൻ വയ്യ, പിടിച്ചു ഉന്താ തള്ളുക ചവിട്ടുക അങ്ങനെ. ഈ അവസാന മിനിറ്റിലൊക്കെ ആരെങ്കിലും ഫൗൾ വഴങ്ങും. എങ്ങനെയെങ്കിലും ബോൾ റിക്കവർ ചെയ്തിട്ട് ഒരു അറ്റാക്കിന് പോകാനല്ലേ നോക്കുക. എത്ര ചാൻസ് കോർണേഴ്സ് ഒന്നും പ്രോപ്പർ ആയിട്ട് ക്രോസ് കൊടുക്കാതെ അവിടെ ഇട്ട് ടക്ക് മുക്ക് കളിക്കുകയാണ്. എന്നിട്ട് ആ ബോൾ മിസ്സാക്കുകയും ചെയ്യും. വിട്ടീനുണ്ട്, ജാവോ നെവസ് ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, ബെർണാർഡോ സിൽവ ഉണ്ട്, കാൻസെലോ ഉണ്ട്, നൂണോ മെൻഡസ്. എത്ര പേർക്ക് ഒരു പ്രോപ്പർ ക്രോസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? അയ്യേ, ഇതൊക്കെ നാണം കെട്ട തീട്ടക്കളി. ഇങ്ങനത്തെ കളിയൊക്കെ വെച്ച് പോയി എനിക്ക് ഇവര് ഗ്രൂപ്പ് ചാമ്പ്യൻസ് പോലും ആവില്ല. കോങ്കോന്റെ കളി ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലൊന്നും അവരെ കളി വലിയ ഇതൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ അവര് അറ്റാക്ക് കാണണം. ആൻഡ് അവര് ബോൾ മിസ്സാക്കണില്ലേ. അവരുടെ പാസസ് ഒക്കെ ഭയങ്കര അക്യുറേറ്റ് ആണ്, ക്രോസസ് അക്യുറേറ്റ് ആണ്. ഫിനിഷിങ് മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇത് ബ്രൂണോനൊക്കെ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജേഴ്സി ഇട്ട് കൊടുത്താൽ മാത്രമേ അണ്ണന് കളിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. മറ്റേ 2 PSG ജേഴ്സിയും പുഴുങ്ങി കൊടുക്കുക. ഒരു ഷൂ എങ്കിലും കാണാൻ വിചാരിച്ചു, അതും കണ്ടില്ല. ഇങ്ങനത്തെ കളിയും വെച്ച് എവിടെ എത്താൻ പോണില്ല. പോർച്ചുഗൽ ടാറ്റാ ബൈ ബൈ സി യു പറയേണ്ടി വരും.